ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് ഈ ഒരു പ്രശ്നം. അതായത് കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന മകൻ അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള സ്ഥാനം കൊടുക്കണം, ഭാര്യയ്ക്ക് ഭാര്യയുടേതായിട്ടുള്ള സ്ഥാനം. ഡോക്ടർ സിന്ധുവിന്റെ അടുത്ത് വരുന്ന ആളുകളൊക്കെ പൊതുവെ എങ്ങനെയാ? മരുമക്കളെയാണോ അമ്മയമ്മരെയാണോ? രണ്ടുപേരെയും നോക്കാണ്ട് വരാറുണ്ട്. കാരണം ചില പ്രശ്നങ്ങൾ നമുക്ക് ഒന്നും രക്ഷയില്ലാതെ വരുമ്പോ അമ്മയമ്മനെ ചികിത്സിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒത്തു പോകേണ്ട അവസരങ്ങൾ വരുമ്പോ രണ്ടുപേരോടും ഈ രണ്ട് സ്നേഹവും, ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ പോലെ അമ്മയ്ക്ക് തരുന്ന സ്നേഹമല്ല മരുമകൾക്ക് കൊടുക്കണേ. മരുമകൾക്ക് കൊടുക്കുന്ന സ്നേഹം അല്ലെങ്കിൽ പരിഗണനയല്ല അമ്മയ്ക്ക് കൊടുക്കേണ്ടത്. മരുമകൾക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അവരുടേതായിട്ടുള്ള കുടുംബങ്ങളിലേക്ക് മാറുമ്പോൾ അവിടെ ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. ഭാര്യയ്ക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ആ സ്വാതന്ത്ര്യത്തിൽ അമ്മ കടക്കുകയാണെങ്കിൽ അമ്മേനത് പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് അമ്മ ഈ ഇതിലേക്കല്ല കയറി വരേണ്ടത്. അവിടെ ആ മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന മകനാണ് അതിന്റെ ഉത്തരവാദിത്വം. രണ്ടുപേരെയും പ്രശ്നങ്ങൾ ഇല്ലാണ്ട് കൺട്രോൾ ഇല്ലാണ്ട് സമാധാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പക്ഷെ സാറേ ഇപ്പോ ഒരു 2-3 വർഷമായിട്ട് ഞാൻ കാണുന്നത് അമ്മായിമ്മമാർക്ക് ഒരുപക്ഷെ മരുമക്കളെ പേടിയാണ്. കാരണം എന്താ വെച്ചാല് മിണ്ടും പഴിക്കും ഡൊമസ്റ്റിക് വയലൻസിലേക്ക് പോണു. പിന്നെ അതുപോലെ പ്രതികളായിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ അമ്മായിമ്മ മാത്രമല്ല പ്രശ്നം. ഇപ്പോ ഒരു കല്യാണം കഴിഞ്ഞ ഒരു 6 മാസം ആകുമ്പോഴേക്കും ഡിവോഴ്സ് ചോദിച്ചു വരുന്ന പാർട്ട്നേഴ്സ് ആണ് കൂടുതലുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ അമ്മായിമ്മമാർ അവിടെ പേടിക്കുകയാണ്. അപ്പുറത്തെ വീട്ടില് കല്യാണം കഴിഞ്ഞിട്ട് പ്രശ്നമാണ്, കോടതിയിലേക്ക് മൂവ് ചെയ്തു. അപ്പൊ എന്റെ മകൻ ഇനി കല്യാണം കഴിഞ്ഞാൽ ഞാനായിട്ട് ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഒരു റീസെന്റ് ഇയേഴ്സിൽ കാണുന്നത്.